പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയെടുത്ത് നിന്ന് ഞാൻ ഇന്ന് പകൽക്കാലം തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർപ്പിച്ചു, മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും അറിയാമോ? 23-ാമത്തെ വാക്യം, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, സംശയിക്കാതെ, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷമുണ്ട്. സ്തോത്രം. എത്ര സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് പകൽക്കാലം സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ഇന്ന് പകൽക്കാലം സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭവനത്തിനകത്ത്, എന്റെ തലമുറയിൽ എന്നെ കണ്ണീരണിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയുമ്പോൾ അതിന്റെ മേൽ വിടുതൽ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി എന്നെ ബലഹീനപ്പെടുത്തിയ വിഷയങ്ങളുണ്ട്. അതിന്റെ മേൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ചില ക്രൈറ്റീരിയകൾ നിങ്ങൾ ഈ ഭാഗം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും വിശ്വസിച്ചവരാണ്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് പിന്നെയും പ്രസക്തിയില്ല. ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നവരാ, ഒത്തിരി വായിക്കുന്നവരാ, ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളവരാ. വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മളെ പറയുന്ന പേര് തന്നെ എന്തെന്നാ? വിശ്വാസി എന്നാ പറയുന്നത്. ചില സമയത്ത് ഞാനിത് ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, സത്യത്തിൽ നമ്മളൊക്കെ വിശ്വാസികളാണോ? വിശ്വാസം ഇല്ലാത്ത വിശ്വാസികൾ. സത്യമല്ല. നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടോ? എവിടെ? വിശ്വാസമൊന്നുമില്ല. നമുക്ക് വിശ്വാസം പോലുമില്ല. നമ്മൾ വിശ്വാസമില്ലാത്ത വിശ്വാസികളായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുക, നിങ്ങൾക്ക് ഹൃദയത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസം വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കടുകുമണിയും, രണ്ട് കാട്ടത്തിയും. പ്രൈസ് ദി ലോർഡ്. കടുകുമണിയും കാട്ടത്തി. കടുകുമണി ഏറ്റവും ചെറിയതാ, കാട്ടത്തി ഏറ്റവും വലിയതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാട്ടത്തിയെ നിൽക്കുവാൻ നിങ്ങളിലുള്ള കടുകുമണിയോളമുള്ള വിശ്വാസം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. കടുകുമണി എങ്ങനെയുള്ളതായിരിക്കണം? ഉറപ്പുള്ളതായിരിക്കണം. നിങ്ങൾ കടുകുമണി പൊളിച്ചു നോക്കിയേ, അയ്യോ കടുകുമണിക്കകത്ത് ഒന്നുമില്ല എപ്പോഴെങ്കിലും പറയുമോ? കടുകുമണി എപ്പോഴും നിറഞ്ഞായിരിക്കുന്നേ. ഇച്ചിരിയേ ഉള്ളെങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവേ എനിക്ക് ഇന്ന ആളിനെ പോലെ വലിയ വിശ്വാസമൊന്നുമില്ല, അവരെയൊക്കെ അവിടെ നിർത്ത്. നിനക്കുള്ളതിൽ നീ ഇത്തിരി പൂർണ്ണമായിട്ട് നിൽക്കുക. ഇച്ചിരിയേ ഉണ്ടെങ്കിലും അതിൽ ഉറപ്പോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആശ്രയം വെച്ച, ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന എന്റെ ഉപനദിയായ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ വാടിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഞാൻ വീണു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അവൻ എന്നെ ബലമായി പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ ഉപനദിയാ. വിശ്വാസം കണ്ടോ? വിശ്വാസം കൊണ്ട് എവിടെ നിന്നാ വിശ്വാസം വരുന്നേ? വിശ്വാസം എവിടെ നിന്നാ വരുന്നേ? ഹൃദയത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് നമ്മൾ പറയണം, എന്റെ ഹൃദയം നിറച്ച് ദൈവത്തോടുള്ള വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് എനിക്കൊന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ലെങ്കിലും, എന്റെ ഫ്രണ്ട്സിന് എന്നെ സഹായിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, എന്റെ ജോലിയിൽ എനിക്ക് വലുതൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും, എന്റെ ഉള്ളില്, എന്റെ ഹൃദയത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തുവാ ആ വിശ്വാസം? എന്റെ കർത്താവിന് എന്റെ ജീവിതത്തിൽ നന്മകളെ ചെയ്യാൻ കഴിയും. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് നമുക്ക് വിശ്വാസം പറയണം. പ്രൈസ് ദി ലോർഡ്. കടുകുമണിയും കാട്ടത്തിയും. ഫെയ്ത്ത് എന്നുള്ള വാക്ക്, വിശ്വാസം എന്ന വാക്കിന് എത്ര ലെറ്റർ ഉണ്ട്? ഫെയ്ത്തിൽ എത്ര ലെറ്റർ ഉണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ദെൻ ഫെയ്ത്ത്? 5. FAITH. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കൈവക്കണം. വിശ്വാസം. നിങ്ങളൊരു പ്രശ്നം വരുമ്പോ നിങ്ങൾ ഈ കൈ പിടിച്ച് നെഞ്ചത്തോട്ടങ്ങ് വെക്കണം. വിശ്വാസം. ആരുള്ള വിശ്വാസം? എന്റെ ദൈവത്തിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്ത് വിഷയം വന്നാലും കണ്ടോ, കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാർ യാത്ര ചെയ്ത പടകിനകത്തോട്ട് കർത്താവ് കയറിയച്ച്, പ്രൈസ് ദി ലോർഡ്, കൈ അങ്ങോട്ട് പോക്കി. അതെന്തുവാന്നറിയാമോ? എന്റെ തമ്പുരാന്റെ വിശ്വാസമാ. Have faith in God. Have faith in God. Praise the Lord. വിഷയങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതത്തിന് ഇച്ചിരി പോലും സാധ്യതയില്ല. ബട്ട് യു ഹാവ് ഫെയ്ത്ത്. നിങ്ങളിൽ വിശ്വാസമുണ്ട്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കാട്ടത്തിയെ മാറ്റാം.
കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കാട്ടത്തിയെ മാറ്റാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കാട്ടത്തിയോളം വിശ്വാസം വെച്ചുകൊണ്ട് കടുകുമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് കാട്ടത്തിയും വഴി മാറും. നമ്മൾ ഒത്തിരിയും വിശ്വാസികൾ സംസാരിക്കുമ്പം ഒരുപാട് വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാനും നമ്മളെല്ലാവരും പറയുന്നൊരു കൂട്ടത്തിലാണ്. ഒത്തിരിയും ജീവിച്ച ഭക്തന്മാരെ കുറിച്ച് നമ്മൾ പറയണം. നല്ല കാര്യങ്ങൾ ഇതൊക്കെ പറയണം. ഇന്ന ദൈവദാസൻ ഉണ്ടായിരുന്നു, ഇന്ന ഭക്തനുണ്ടായിരുന്നു, ഇന്ന മിഷണറി ഉണ്ടായിരുന്നു. വി ഹാവ് ലോട്ട് ഓഫ് സ്റ്റോറീസ്. ഒത്തിരി കഥകൾ നമ്മൾ വിശ്വാസ വീരന്മാരുടെ കഥകൾ പറയും. നമുക്ക് വിശ്വാസമുണ്ടോ? ഡു ഐ ഹാവ് ഫെയ്ത്ത്? സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല? ഐ പ്രേ എ ലോട്ട് ബട്ട് മിറക്കിൾ ഡസന്റ് ഹാപ്പൻ. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി കിട്ടുന്നില്ല? എനിക്ക് പ്രാർത്ഥിക്കുന്ന അളവിനനുസരിച്ചുള്ള വിശ്വാസം എനിക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥിക്കുന്ന അളവിന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ പ്രാർത്ഥിക്കുന്ന അളവിനനുസരിച്ചുള്ള വിശ്വാസം ഉണ്ടോ? ചിലരുടെയൊക്കെ ലൈബ്രറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്തന്മാരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കും. എൻ്റെ കർത്താവിനോട് ശിഷ്യന്മാർ വന്നേച്ച് പറഞ്ഞു സിമ്പിൾ ഫോർമുല. എൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നേച്ചു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് എന്തുവാ പറഞ്ഞത്? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നിങ്ങളങ്ങ് വിശ്വസിക്കുക. 2 പുതിയ പുസ്തകം വായിക്കാൻ പറഞ്ഞോ? അല്ല. ഒരു മിഷണറിയുടെ സ്റ്റോറി വായിക്കാൻ പറഞ്ഞോ? ഇല്ല. പകരം എന്തുവാ പറഞ്ഞത്? ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹൃദയത്തെ തൊട്ടേച്ച് പറ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് കടകമണിയോളം വിശ്വാസമാണെങ്കിലും ഇന്ന് പകൽക്കാലം അതിന് കളങ്കമില്ലാതെ ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുക. എനിക്കറിയാം എന്റെ കർത്താവിന് എന്റെ വിഷയത്തിൽ നീക്കുപോക്ക് വരുത്തുവാൻ കഴിയും. വിശ്വാസമുള്ളവർ ആയിരിക്കും. ഹാവ് ഫെയ്ത്ത് ഇൻ God. 3 6 മുതൽ അങ്ങ് വായിച്ചു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ കണ്ടോ? ഈ ആരെങ്കിലും ഹൃദയത്തിൽ, ഈ ഹൃദയത്തിനകത്തുനിന്നാണ് എന്ത് വരുന്നേ? വിശ്വാസം വരുന്നേ. അവിടെ തന്നെ എന്ത് വരുന്നേ? പ്രശ്നം മനസ്സിലായല്ലോ? രണ്ടും പ്രശ്നം അവിടെ തന്നെ കിടക്കുന്നത്. ഹൃദയത്തിനകത്താണ് വിശ്വാസം വരുന്നത്, ഹൃദയത്തിൽ തന്നെയാണ് സംശയവും വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് വിശ്വാസം വരുമ്പോൾ മറുഭാഗത്ത് സംശയം വരിക. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ, ഈ സംശയം ഒരു വലിയ പ്രശ്നമാണ്. ഒരു വേദഭാഗം വേഗത്തിൽ വായിച്ചു. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 17 വേഴ്സസ് 19 to 21. അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങൾക്ക് കടകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് 3 ശിഷ്യന്മാരെയും കൂട്ടി മരുവ മലയിലേക്ക് കയറിപ്പോയി. അല്ലെ? ആരൊക്കെ കൂടെ പോയത്? പത്രോസും യാക്കോബും യോഹന്നാനും. 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മരുവ മലയിൽ കയറി പോയിട്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം, ഞാൻ ആ ഭാഗത്തേക്കൊന്നും സംസാരിക്കാനായിട്ട് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് യേശു കർത്താവ് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ വലിയൊരു സംഭവം നടക്കുക, വലിയൊരു വിഷയം നടക്കുക. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു പിതാവ് വന്നിട്ട് അയാളുടെ മകന് പ്രൈസ് ദി ലോർഡ് ചന്ദ്രരോഗം പിടിപെട്ടിട്ട് പലയിടത്തും അതിനെ വലിച്ചിടുകയും പ്രൈസ് ദി ലോർഡ് വല്ലാതെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആ പിതാവ് അവിടെ കൂടി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അവര് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതവും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം യേശു കർത്താവ് ഇങ്ങോട്ട് വരികയാ. 3 ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കലുണ്ട്. 9 പേര് ഇവിടെ താഴെ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 9 പേരും ട്രെയിനിങ് കിട്ടിയവരാണ്. ശ്രദ്ധിച്ചോളണം. 9 പേര് പ്രൈസ് ദി ലോർഡ് യേശുവിനോട് കൂടെ നടന്നവരാണ്. 9 പേർക്കും ട്രെയിനിങ് കിട്ടിയവരാ. 9 പേർക്കും അധികാരമുള്ളവരാണ്. 9 പേരും അത്ഭുതം കണ്ടവരാണ്. 9 പേരും പ്രൈസ് ദി ലോർഡ് നേരത്തെ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ളവരാണ്. അവർ അത്ഭുതം ചെയ്തവരാണ്. രോഗസൗഖ്യം കണ്ടവരാണ്. അവർ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയവരാ. പക്ഷെ ഈ പ്രാവശ്യം കൈവച്ചിട്ടൊന്നും സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അടുക്കൽ താഴേക്ക് വന്നപ്പോ ഈ ശിഷ്യന്മാര് പോയിച്ച് യേശുവിനോട് ചോദിക്കുക, കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഇത് മാറ്റാൻ കഴിയാത്ത? യേശുവിന്റെ അടുക്കൽ വന്നപ്പോ യേശു എന്തുവാ പറഞ്ഞത്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അടുത്ത നോക്കിയ 18-ാമത്തെ വാക്യം. യേശു ഭൂതത്തെ ശാസിച്ചു,
അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. യേശു കർത്താവിന്റെ അടുക്കൽ വന്നപ്പോ യേശു കർത്താവ് പിന്നെയും ഒരു 2 ദിവസം നീട്ടി വെച്ചോ? ഇല്ല. ഒരൊറ്റ വാക്ക്, ഒരു വാക്കിനകത്തുണ്ട് വിടുതല്. വിശ്വാസത്തോടു കൂടിയ ഒരു വാക്കിനകത്തോട് നിങ്ങളുടെ വിടുതല്. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. എല്ലാ സംശയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ചേർന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ രോഗം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ സാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയുടെ മേലുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിനകത്തുള്ള ബന്ധനങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകളായി എന്നെ അലട്ടുന്ന എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ ഭവനത്തെ വിട്ട് മാറട്ടെ. യേശു നടന്ന് വെള്ളത്തിൽ നടക്കുന്ന പത്രോസ്, കർത്താവേ ഞാൻ അങ്ങോട്ട് വരട്ടെ, വരാൻ പറഞ്ഞു. പത്രോസ് വാന്ന് പറഞ്ഞു. പത്രോസ് എന്ത് ചെയ്തു? വെള്ളത്തിന് പുറത്ത് കാലെടുത്ത് വെച്ചു. ഇച്ചിരി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പം മുങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ഞായറാഴ്ച പള്ളിയിലൊക്കെ വന്നിരുന്ന് ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം വരും. പാണ്ട് പാട്ടൊക്കെ പാടി ആരാധിക്കുമ്പോൾ ഭയങ്കര ഒരു ബലമൊക്കെ കിട്ടും. മെസ്സേജൊക്കെ കേട്ട് പ്രൈസ് ദി ലോർഡ് നന്ന ആത്മാവിൽ ആരാധിച്ച് ഇതെല്ലാം ശരിയായി, ഞാൻ ഈ വിശ്വാസത്തോടെ വീട്ടിലോട്ട് അങ്ങോട്ട് വീട്ടിൽ ചെന്ന് കയറി ജോലി സ്ഥലത്തോട് ചെന്ന് കയറി കഴിയുമ്പോൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ മുങ്ങാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രശ്നങ്ങളെ കാണുമ്പോഴും നിങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതും നിങ്ങൾ കേട്ട വചനത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ പ്രൈസ് ദി ലോർഡ്, അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ പ്രൈസ് ദി ലോർഡ് റോമക്കെഴുതിയ ലേഖനത്തിൽ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 4-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് അതിന്റെ 18-ാമത്തെ വാക്യം എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. 18-20 വായിച്ചേ. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും അവൻ ഗ്രഹിച്ചിട്ടും ആ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ ബലപ്പെട്ട് അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടണം. ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഞാൻ അവിശ്വാസത്തിൽ സംശയിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് പകൽക്കാലം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ആശയ്ക്ക് വിരോധമായി അബ്രഹാമിന് അറിയാം പ്രൈസ് ദി ലോർഡ് അത്ഭുതം നടക്കാൻ ഒരു പോയിന്റ് പോലും സാധ്യതയില്ല. അത്ഭുതത്തിന് ഒരു സാധ്യതയും തന്റെ ഭവനത്തിനകത്തില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയും നിങ്ങൾക്ക് അറിയത്തില്ല, എന്റെ ശരീരത്തിൽ അത്ഭുതത്തിന് സാധ്യതയില്ല, ഡോക്ടർമാർ പറഞ്ഞ റിപ്പോർട്ടുകൾ ഇങ്ങനെയാ, അതുകൊണ്ട് അത്ഭുതത്തിന് സാധ്യതയില്ല. നിങ്ങൾ പറയും എന്റെ സാമ്പത്തിക വിഷയത്തിന്റെ മേലെ അത്ഭുതത്തിന് സാധ്യതയില്ല, തലമുറയുടെ വിഷയത്തിന്റെ മേലെ അത്ഭുതത്തിന് സാധ്യതയില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക 100 വയസ്സായ അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. Do not doubt God. Do not limit God. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറച്ച് കാണിക്കരുത്. സ്തോത്രം. അവിശ്വാസത്തിൽ സംശയിക്കാതെ. അപ്പൊ ഈ സംശയം എവിടെ നിന്നാ വരുന്നേ? അവിശ്വാസത്തിൽ. നടക്കുവോ? നടന്നില്ലെങ്കിലോ? അവിശ്വാസം വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടണം. നോക്കിയേ, ഈ ശിഷ്യന്മാര് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു നോക്കി. അവർ വന്നിട്ട് യേശു കർത്താവ് വന്നു. അവരാദ്യം പോയി ഈ അപ്പൻ ചന്ദ്രരോഗം പിടിച്ച മകനെ കൊണ്ട് വന്നിച്ച് പറഞ്ഞു ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കാരണം ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചേച്ച് അവർക്ക് അധികാരം കൊടുത്തേച്ചു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ഞാൻ നിങ്ങൾക്ക് അധികാരം തരാം. എന്തിന് അധികാരമാ? ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനൊക്കെ ഉള്ള അധികാരം ഞങ്ങൾക്ക് തരിക. അധികാരം ലഭിച്ചവരാണ് ഇവര്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കൂടെ നടന്ന് ട്രെയിനിങ് കിട്ടിയവരാ. പ്രൈസ് ദി ലോർഡ്. അവർ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടവരാ. പക്ഷെ എന്തുവാ സംഭവിച്ചെന്നറിയാമോ? യേശു കർത്താവ് ഇച്ചിരി മുകളിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി. എവിടെ പോയതാ? മലയിൽ 3 ശിഷ്യന്മാരെയും കൂട്ടി പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയപ്പോ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു. ഇനി ഈ ഭാഗം ശ്രദ്ധിച്ചേ. യേശു കർത്താവ് ഈ ബാലനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞങ്ങളെ കൊണ്ടെന്താ പറ്റാത്തെ? കർത്താവ് ചെയ്തു തന്നെ ഞങ്ങളും ചെയ്തേ. കർത്താവ് പറഞ്ഞു ഈ ബാലന്റെ മേൽ നിന്ന് പിശാചിനോട് വിട്ടുമാറാനായിട്ട് പറഞ്ഞു.
അതങ്ങ് മാറിപ്പോയി. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അത് നടന്നില്ല. എന്താ സംഭവിച്ചേ? സ്തോത്രം. ഒരു വാക്കിനകത്താ വിടുതല്. ശ്രദ്ധിച്ചേനെ, ഒരു വാക്കിനകത്താണ് വിടുതൽ. യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, be healed in Jesus name. Praise the Lord. യേശു ഒരു വാക്ക് പറഞ്ഞു, നീ സൗഖ്യമാക്, ബാല്യക്കാരനെ സൗഖ്യമാക്. അവൻ അങ്ങ് സൗഖ്യമായി. ഇത് തന്നെയാണ് ശിഷ്യന്മാരും പറഞ്ഞേ. പിന്നെന്താ സംഭവിക്കാത്ത? യേശു കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാരെന്ന് ചോദിച്ചു, ഞങ്ങളെ കൊണ്ട് എന്താ പറ്റാത്ത? അപ്പൊ യേശു പറയുക, അവിശ്വാസവും സംശയം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ നിനക്ക് വിടുതൽ കിട്ടിയെന്ന് നീ ആദ്യം വിശ്വസിക്കുക. We pray a lot, but we don't believe what we prayed. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം തന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തില്ല? വിശ്വസിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിന്നെയും നമ്മൾ പഴയതുപോലെ അവിശ്വാസവും കൊണ്ടങ്ങ് നടക്കുക. സ്തോത്രം. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോളൂ, കർത്താവേ എൻ്റെ അവിശ്വാസം എന്നെ വിട്ട് മാറട്ടെ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ ഭവനത്തിനകത്ത് വിടുതൽ വരുവാൻ തടസ്സമായി നിൽക്കുന്നത് എൻ്റെ അവിശ്വാസമാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അവിശ്വാസം എന്നെ വിട്ട് മാറിപ്പോകട്ടെ. പലപ്പോഴും ലഭിച്ചു എന്ന് കഴിയുന്നുണ്ടെങ്കിലും, പലപ്പോഴും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, എന്നെ അത് ലഭിക്കാതെ വണ്ണം എൻ്റെ ഭവനത്തെ വിട്ട് നന്മ മാറിപ്പോകുന്നത് എൻ്റെ അവിശ്വാസ നിമിത്തമാണ്, എൻ്റെ സംശയ നിമിത്തമാണെങ്കിൽ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ എല്ലാ സംശയങ്ങളും മാറട്ടെ, എല്ലാ സംശയങ്ങളും മാറട്ടെ. യാക്കോബിന്റെ ലേഖനത്തിന് വരുമ്പോൾ യാക്കോബ് ഇങ്ങനെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 verses 5 to 8. അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് മതിയാം അവൻ നിരൂപിക്കരുത്. You need to ask in faith without doubt. സംശയിക്കാതെ, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാത്തവരെ കുറിച്ച് എന്തുവാ പറയുന്നത്? കാറ്റത്ത് ആറി ഉലയുന്ന തിരമാലകളെ പോലെ എന്നാ. ഈ കാറ്റത്ത് തിരമാല കണ്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ഒരു തിരമാല വന്നൊരു കാറ്റടിക്കുമ്പോൾ തിരമാല ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഒരു കാറ്റടിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. നമ്മൾ അങ്ങനെ പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ഒരു കാറ്റടിക്കുമ്പോൾ ഓടി ഇവിടെ വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ഒരു കാറ്റടിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. പ്രൈസ് ദി ലോർഡ്. ഇതല്ല നമ്മൾ വിശ്വാസത്തിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സ്ഥായിയായ ഒരു സ്വഭാവം വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുക, വിശ്വാസത്തോടെ പറയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയല്ല. ഞാൻ ഉറപ്പോടെ പറയുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി എന്റെ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരും. സംശയമില്ലാതെ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ തമ്പുരാൻ പ്രൈസ് ദി ലോർഡ് റെഡിയാ. നമ്മുടെ ഒരു വാക്കിനകലത്ത് നിൽക്കുക നമ്മുടെ വിടുതല്. വിടുതൽ പ്രാപിക്കത്തക്ക രീതിയിലുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം ഉണ്ടോ? Do you have enough faith to receive from God? നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള വിശ്വാസം നമ്മുടെ കയ്യിലുണ്ടോ? സ്തോത്രം. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടണം. ഒന്നുകൂടെ വായിച്ച് മർക്കോസ് 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് സംഭവിക്കും. ഇന്ന് പറയാൻ റെഡി ആയിക്കോണം. ഇന്ന് പറയാൻ, ചിലതിനെ നോക്കി പറയാൻ റെഡി ആയിക്കോണം. വിശ്വാസം വർദ്ധിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് ഈ ഭാഗത്ത് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാർ ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, എന്തുവാ കർത്താവേ ഞങ്ങളെ കൊണ്ട് ഇത് മാറ്റാൻ കഴിയാത്തത്? കർത്താവ് പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ പ്രൈസ് ദി ലോർഡ് ഞങ്ങളും പറഞ്ഞു, നീ മാറിപ്പോന്ന് പിശാചിനോട് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തില്ല, പോയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ബാലക്കാരന് പ്രൈസ് ദി ലോർഡ് അവന്റെ ചന്ദ്രരോഗം മാറി, അവന് സൗഖ്യം വന്നില്ല. എന്നാൽ കർത്താവ് വന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അവനെന്ന് അത് രോഗം മാറിപ്പോയി. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഞങ്ങളെ കൊണ്ടെത്തുവായി നടത്താൻ കഴിയാ
കഴിയാതെ പോയത്. യേശു കർത്താവ് എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സംശയമാ, നിങ്ങളുടെ അല്പവിശ്വാസം. നിങ്ങൾക്ക് ആളുകൾ പ്രാർത്ഥിച്ചതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇല്ല. Have enough faith when you pray. ഇല്ലെങ്കിൽ പ്രാർത്ഥന അധരജൽപ്പനമായി മാറിപ്പോകും. നിങ്ങൾ വിശ്വാസത്തിലല്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന എന്താകും? അധരജൽപ്പനമാകും. എനിക്ക് 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടുന്നേ? ഒന്നുമില്ല. എനിക്ക് സന്തോഷമായി, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചതിനുള്ളൊരു വിടുതൽ കിട്ടിയോ? ഇല്ല. കാര്യം എന്തുവാ? പ്രാർത്ഥിച്ചത് വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കണം. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും എംഫസൈസ് ചെയ്ത് പറയുന്നില്ല. എന്നാൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ശിഷ്യന്മാരെയും 3 പേരെയും കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് മരുഭൂമിയിലേക്ക് കയറിപ്പോയപ്പോൾ ബാക്കി 11 പേര് താഴെ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇവരെ കൂടെ ഒരുപക്ഷെ കൂട്ടുമായിരിക്കാം, അവർ ഒരുമിച്ചായിരിക്കാം പ്രാർത്ഥിച്ചിരുന്നത്. അവരോട് കർത്താവിനോട് കൂടെ നടന്നതുകൊണ്ട് പ്രാർത്ഥനയിൽ അധികമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രാർത്ഥനയിൽ ഒരു ഇളവ് സംഭവിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചിരുന്നത് പോലെ അവർ പ്രാർത്ഥിക്കാതെ ആയിരിക്കാം ഇവിടെ പോയിട്ട് ചന്ദ്രരോഗം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കുവാനായിട്ട് കൊണ്ട് കൈവച്ചത്. പ്രാർത്ഥന ജീവിതം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി, പ്രാർത്ഥന വേണ്ട. വിശ്വാസം ആരോടാ? ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോട് എനിക്ക് വിശ്വാസം വരണമെങ്കിൽ, ഞാൻ പറയുന്നത് സംഭവിക്കണമെങ്കിൽ എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഞാൻ ഉപവസിക്കുന്നത്? എന്റെ വിഷയത്തിൽ വിടുതല വരാൻ വേണ്ടിയാണോ? അല്ല, എന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നത് അത് അതുപോലെ സംഭവിക്കും. അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരുന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, എന്റെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും. നമ്മൾ ഉപവസിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, you need to stir your doubt and feed your faith. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംശയത്തിനെ വളർത്തരുത്, അതിനെ ഇടിച്ച് താഴ്ത്തണം. വിശ്വാസത്തിന് അധികം വളർത്തണം. യേശുവോട് എന്ത് പറഞ്ഞാലും പറയണം, കർത്താവ് ഇത് ചെയ്യും. എനിക്ക് വിശ്വാസം, കർത്താവ് എനിക്ക് വിജയം തരും, കർത്താവ് എനിക്ക് ബുദ്ധി തരും, കർത്താവ് എനിക്ക് നല്ല ജോലി തരും, കർത്താവ് എന്റെ വിഷയത്തെ മാറ്റും, കർത്താവ് എന്റെ രോഗത്തെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തിൽ സംശയിക്കരുത്. അബ്രഹാമിനോട് ചോദിച്ചു, 100 വയസ്സായില്ലേ, 75-ാമത്തെ വയസ്സിൽ കിട്ടിയതല്ലേ, വല്ലതും നടക്കുമോ? അബ്രഹാം പറയും, എന്റെ ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, നിനക്ക് എണ്ണാമെങ്കിൽ നീ എണ്ണിക്കോ, കടൽക്കരയിലെ മണൽത്തരികളെ നോക്ക്, അതിനെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ സന്താനത്തെ തരാമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് 100-ാമത്തെ വയസ്സിലും ഞാൻ എന്റെ നെഞ്ചത്തെ കൈവച്ച് പറയും, I believe, I trust my God. ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുക. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടു. ആരും നിങ്ങളെ ബലപ്പെടുത്താൻ വരത്തില്ല. Believe me. ആരും നിങ്ങളെ ബലപ്പെടുത്താൻ വരത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടണം. നിങ്ങൾ പറയണം, പ്രൈസ് ദി ലോർഡ്, ഇത് എനിക്കുള്ളതാ പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഇച്ചിരി പോലും അവിശ്വാസത്തിന് ഇടം കൊടുക്കാതെ, സംഭവിക്കുമോ ഇല്ലയോ, നടക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു ചിന്ത പോലും അനുവദിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയണം, ഇന്നത്തെ ദിവസം എനിക്കുള്ളതാ, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുന്ന ദിവസമാ, എന്റെ കർത്താവ് എന്നെ തൊടുന്ന ദിവസമാ. ഞാനെന്ന് വിശ്വാസത്തോടെ പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. 1, നിങ്ങൾ വിശ്വസിക്കണം. 2, സംശയിക്കരുത്. 3-ാമത്തെ കാര്യം കൂടെ ഉണ്ട്. ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. മാർക്കോസ് 11:23 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ സംശയിക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ. അപ്പോ ദൈവപ്രവൃത്തിയുടെ 3-ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തുവാ? പറയണം. വിശ്വാസത്തോടെ നിങ്ങൾ പറയണം. ചിലരോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. പറയണം, ഞാൻ ഹൃദയത്തിലാ പ്രാർത്ഥിക്കുന്നത്.
നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാലും ഉറക്കെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരോടും കമന്റ് ഒന്നും ചെയ്യാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വിഷയത്തിലെ നിങ്ങൾ നോക്കി വെച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനായി നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം, നന്നായിട്ട് വിശ്വസിക്കണം. രണ്ട്, സംശയിക്കരുത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഒരു രീതിയിലും സംശയിപ്പാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സംശയം ഇന്ന് പകൽക്കാലം നിങ്ങളെ വിട്ട് മാറണം. നമ്മുടെ പല നന്മകളും മുടങ്ങി നിൽക്കുന്നത്, നമ്മുടെ പല അനുഗ്രഹങ്ങളും മുടങ്ങി നിൽക്കുന്നത്, നമ്മുടെ കയ്യിൽ ലഭിച്ചു എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും സംശയമാ. ഇന്ന് പകൽക്കാലം അവിശ്വാസം നമ്മളെ വിട്ട് മാറിപ്പോകട്ടെ. സംശയങ്ങൾ പരിപൂർണമായി മാറട്ടെ. ദൈവശക്തിയാൽ നമ്മൾ പൊതിയപ്പെടട്ടെ. വിശ്വാസത്താൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസം വന്നാൽ നമ്മൾ ബലഹീനപ്പെട്ടു പോകും, ക്ഷീണിച്ചു പോകും. അയ്യോ ഇനി പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല. ആ വിശ്വാസത്തിന്റെ വാക്കാ. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് അതൊരു വിശ്വാസത്തിന്റെ വാക്കല്ല. നിങ്ങളുടെ വായിൽ നിങ്ങളൊരു വാക്ക് വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് യുവർ ഫെയ്ത്ത്. അവിശ്വാസത്തിന്റെ വാക്ക്, അയ്യോ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? ബലഹീനപ്പെടാൻ പാടില്ല. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. രോഗത്തിലാണെങ്കിലും പറയണം, എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം നടുവ് നിൽക്കുമ്പോഴും പറയണം, എന്റെ കർത്താവിന്റെ പ്രതികൂലം മാറ്റിയതിനായി സ്തോത്രം. പഠിക്കുന്നിടത്ത് പ്രശ്നമുണ്ടെങ്കിലും പറയണം, എന്റെ കർത്താവ് എനിക്ക് നല്ല വിജയം തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോലി മേഖലയിൽ പ്രശ്നമുണ്ടെങ്കിലും പറയണം, എന്റെ കർത്താവ് എന്റെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളെ എനിക്ക് മാറ്റി തന്നതിനായി സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊന്ന് വിശ്വസിച്ചിട്ട് പറ. ഫെയ്ത്ത്. അതിനങ്ങോട്ട് നെഞ്ചോട് വെച്ചു പറയണം, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയത്തിന് മേൽ തമ്പുരാൻ ഇടപെടും, എനിക്ക് അവൻ വിടുതൽ തന്നിരിക്കുകയാൽ സ്തോത്രം. രണ്ട്, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നത് പറയണം. നിങ്ങളുടെ വാക്കിന്മേൽ അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാക്കിന്മേൽ അധികാരമുണ്ട്. ജീവന്റെയും മരണത്തിന്റെയും അധികാരം ഞാൻ നിങ്ങളുടെ നാവിൽ തന്നിരിക്കുക. സ്തോത്രം. യിരെമ്യാ പ്രവാചകനെ വിളിച്ചു വെച്ച് യിരെമ്യാ പ്രവാചകനോട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ചിലതിനെ നടാനും, ചിലതിനെ പണിയാനും, ചിലതിനെ പറിച്ചു കളയാനും, പ്രൈസ് ദി ലോർഡ്, ചിലതിനെ പെരുക്കിയെടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ നാവിന് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, നിന്റെ നാവ് കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നിന്റെ നാവ് കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയണം, എന്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്റെ നാവ് കൊണ്ട് പറയുന്നത് എന്റെ ജോലി മേഖലയിൽ സംഭവിക്കും. എന്റെ നാവ് കൊണ്ട് പറയുന്നത് എന്റെ ശരീരത്തിൽ സംഭവിക്കും. വേദപുസ്തകം രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ കുറിച്ച് പറയുന്നിടത്തെ ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സ്ത്രീ യേശുവിനെ തൊടുന്ന ദിവസം അപ്പോൾ ഇങ്ങനെ പറയുക, ഞാൻ ഇന്ന് യേശുവിനെ തൊടും, എൻ്റെ രോഗം മാറും. കഴിഞ്ഞ 12 വർഷം കൊണ്ട് നടക്കാത്തത് അവൾ അന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞാൻ നിന്റെ യേശുവിനെ തൊടും, എനിക്ക് സൗഖ്യമുണ്ടാകും. വിശ്വാസത്തിന്റെ പറച്ചിൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ പറച്ചിൽ നമ്മുടെ നാവുകളിൽ ഉണ്ടാകട്ടെ. വിശ്വാസം ഹൃദയത്തിൽ വരട്ടെ, അത് നാവ് കൊണ്ട് ഏറ്റു പറയട്ടെ. ഇന്ന് പകൽക്കാലം പറയണം, എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും, യേശുവിന്റെ നാമത്തിൽ എന്റെ വിഷയത്തിൽ വിടുതലുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ സൗഖ്യമുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിന്റെ പ്രതികൂലം മാറും. യേശുവിന്റെ നാമത്തിൽ എന്റെ ബന്ധനങ്ങൾ അഴിയും. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറമേൽ വിടുതലുകൾ വ്യാപരിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ പറയണം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. അതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവും മാർത്തയുമായി ലാസർ മരിച്ചു. എത്ര ദിവസമായി മരിച്ചിട്ട്? 4 ദിവസമായി അല്ലേ? 4 ദിവസമായി മരിച്ചിട്ട്. ഇപ്പോഴാണ് യേശു കർത്താവ് ബഥാനിയിലോട്ട് വരുന്നത്. ബഥാനിയാണ് ലാസറിന്റെ ഒക്കെ ഭവനം. 2 സഹോദരിമാരുണ്ട്. ആരൊക്കെ? മാർത്തയും
മറിയയും. പ്രൈസ് ദി ലോർഡ്. മറിയ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. മാർത്ത യേശുവിനെ കണ്ട ഉടനെ എഴുന്നേറ്റ് ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞിട്ട് യേശുവിനെ കണ്ട ഉടനെ മാർത്ത ഒരു കാര്യം പറയുന്നുണ്ട്. മാർത്ത പറയുക, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതൊരു മരണ വീട്ടിൽ പോകുമ്പോഴും സാധാരണ കേൾക്കുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ യേശുവുമായിട്ട് അത്ര ഒരു ബന്ധമുള്ളത് കൊണ്ട് മാർത്ത പെട്ടെന്ന് പറഞ്ഞ്, കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പൊ യേശു എന്തുവാ പറഞ്ഞേ? ഇപ്പോൾ പറയുക, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. മാർത്തയുടെ വാക്ക് ശ്രദ്ധിച്ചോ? എപ്പോഴും നീ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ യേശു കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ പറയുക. മാർത്ത പ്രാർത്ഥിച്ചെന്തുവാ? കർത്താവേ, നീ ഇപ്പോഴും നീ എന്ത് പറഞ്ഞാലും അത് തരും, അത് കിട്ടും. അപ്പൊ യേശു എന്ത് പറഞ്ഞു? മാർത്തയിൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തയുടെ മറുപടി ഒന്ന് വായിച്ചേ, 24-ാമത്തെ വാക്യം. ആ, മാർത്തയുടെ മറുപടി കണ്ടോ? യേശു കർത്താവ് പറഞ്ഞതിന്റെ മറുപടിയല്ല, പകരം പറയുക, ഞങ്ങളുടെ പാരമ്പര്യമായി ഇങ്ങനെയാ വിശ്വസിക്കുന്നത്, ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾ ഇങ്ങനെയാ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഒരു കുറിപ്പ് തന്നു കഴിഞ്ഞാൽ അതുപോലെയേ സംഭവിക്കത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പണ്ട് സംഭവിച്ചിരുന്നത് കൊണ്ട് അതുപോലെയേ സംഭവിക്കത്തുള്ളൂ. അതിനൊരു മാറ്റം വരത്തില്ല. എന്റെ കർത്താവ് പറഞ്ഞത്, മാർത്തയെ നീ വിശ്വസിച്ചാൽ നിന്റെ മരിച്ച സഹോദരൻ അവൻ ജീവൻ വെച്ചെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. സംശയമില്ലാതെ. സ്തോത്രം. യേശു കർത്താവ് മാർത്തയോട് പറയുക, ചില കെട്ടുകൾ, മുൻവിധികൾ പൊട്ടണം. നമ്മുടെ ചില മുൻവിധികൾ മാറണം. പ്രൈസ് ദി ലോർഡ്. സഭ ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്, പ്രമാണം ഇങ്ങനെയാ പഠിപ്പിച്ചത്, പാരമ്പര്യം ഇങ്ങനെയാ പഠിപ്പിച്ചത്. പാരമ്പര്യമായി നമ്മൾ ഇങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത്. യേശു കർത്താവിന് നിങ്ങളുടെ പാരമ്പര്യം ഒന്നും വേണ്ട. യേശു കർത്താവിന് നിങ്ങളുടെ പ്രമാണവും വേണ്ട. പാരമ്പര്യമായി നിങ്ങൾ എന്തുവാ വിശ്വസിച്ചത് അതും കർത്താവിന് വേണ്ട. ഈ പുസ്തകം എന്ത് പറയുന്നുവോ അതാ നമ്മുടെ പ്രമാണം. കർത്താവ് പറയുക, മാർത്തയെ നീ വിശ്വസിച്ചാൽ നിന്റെ മരിച്ച സഹോദരൻ കല്ലറയ്ക്കകത്ത് നിന്ന് അവൻ ജീവൻ വെച്ചെഴുന്നേക്കും. മാർത്ത പറഞ്ഞു, എനിക്കറിയാം കർത്താവ്, ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ അവൻ ഉയർത്തെഴുന്നേക്കും. ഡു യു ബിലീവ് വാട്ട് യു പ്രേ? നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറയുമ്പോൾ, കർത്താവെ, എനിക്കറിയാം കർത്താവിന് ക്യാൻസർ വരെ മാറ്റാൻ പറ്റും, പക്ഷെ പനിയെ മാറ്റുമെന്ന് വിശ്വസിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ആടുകളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കിയേ, പ്രാർത്ഥിക്കുന്ന ആരുടെ ചോദിച്ചാലും പറയും ക്യാൻസർ വരെ കർത്താവ് മാറ്റും. പക്ഷെ എൻ്റെ തലവേദനയ്ക്ക് ഞാൻ മരുന്ന് മേടിക്കാൻ പോകും. നിങ്ങൾ മരുന്ന് മേടിക്കുന്നതോട് തെറ്റൊന്നും പറയുമൊന്നുമല്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാർത്ത അതുപോലെ നിൽക്കുന്നേ. മാർത്ത പറയുക, ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ അവൻ എഴുന്നേൽക്കുമെന്ന് എന്റെ പ്രമാണം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ യഹൂദ പാരമ്പര്യം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റബിമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് മുതലേ ഞാനിത് കേട്ട് വളർന്നതാ. ആ പ്രമാണം എന്റെ മനസ്സിനകത്തുണ്ട്. ആ മുൻവിധി എനിക്കുള്ളത് കൊണ്ട് എനിക്കറിയാം ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ ലാസർ ജീവൻ വെച്ച് എഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞത് ഒടുക്കത്തെ പുനരുത്ഥാന നാളിലല്ല, മാറിയെ നീ വിശ്വസിച്ചാൽ ഇപ്പോൾ അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോ യേശു പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിന് മാർത്ത എന്തുവാ മറുപടി പറഞ്ഞത്? യേശു എന്നോട് ചോദിച്ചു, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ഉടനെ മാർത്ത നേരെ പോയി മറിയയുടെ അടുക്കൽ പോയിട്ട്, അതിന്റെ താഴെ ഭാഗം നമുക്ക് നോക്കി ഇങ്ങനെ പറയുന്നു, 27-ാമത്തെ വാക്യത്തിൽ, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു അതാണോ ചോദിച്ചേ? യേശുവിന്റെ ചോദ്യം ഒന്ന് നമ്മുടെ മറുപടി വന്ന് കണ്ടോ? ഈ പുസ്തകത്തിലുള്ളത് പോലൊന്ന് വിശ്വസിക്കുക. അവന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കുക. അവന്റെ അടിപ്പിണരാൽ എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. എന്നെ ജോലി സ്ഥലത്ത് നിന്ന് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റിവിടുമ്പോൾ, എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ക്രൈസ്തവരോട് എന്നെ പുറകോട്ട് തള്ളി വിടുമ്പോൾ, ഇന്ന് പകൽക്കാലം പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. പ്രൈസ് ദി ലോർഡ്.
പ്രമാണം എടുത്തു വെച്ച് വിശ്വാസത്തോടെ വചനത്തിന്റെ ഉറപ്പിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചേ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പറഞ്ഞേ. രണ്ട് ഘട്ടമാണ് മാർത്തയും യേശുവുമായി സംസാരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു, മാർത്തയെ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ മാർത്ത പറഞ്ഞു, കർത്താവ് ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാൻ തന്നെയാ ജീവൻ, ഞാൻ തന്നെയാ സൗഖ്യം, ഞാൻ തന്നെയാ വിടുതൽ, ഞാൻ തന്നെയാ സമാധാനം, ഞാൻ തന്നെയാ നിന്റെ ഭാവി, ഞാൻ തന്നെയാ നിന്റെ നന്മ, ഞാൻ തന്നെയാ സകലതും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നീ മറ്റൊന്നിനും നോക്കണ്ട, നീ എന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിനക്ക് വിടുതലാ. നമ്മളെല്ലാം ജയിച്ച ഒരു യുദ്ധത്തിന് പിന്നെയും പിന്നെയും പട കിട്ടുക. മനസ്സിലായില്ലേ? യേശു കർത്താവ് കാൽവരിയിൽ മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞൊരു വാക്കുണ്ട്. എന്തുവാ? സകലവും നിവൃത്തിയായി. നിങ്ങളുടെ രോഗത്തിനുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ ബന്ധനത്തിനുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ പ്രതികൂലങ്ങൾക്കുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ ബന്ധനങ്ങൾക്കുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ സകല രോഗങ്ങൾക്കുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ രക്ഷയ്ക്കുള്ളത് നിവൃത്തിയായി, നിങ്ങളുടെ സുഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് നിവൃത്തിയായി. അങ്ങനെ നിങ്ങൾക്കുള്ള സകലത്തെയും ക്രൂശിൽ നിവൃത്തീകരിച്ചിട്ട എന്റെ കർത്താവ് ക്രൂശനായി തീർന്നത്. ഇനി നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തുവാ കർത്താവ് പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുത്തേ, വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. നോക്കി, ഈ ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് മാർത്തയെ അവിടെ വിട്ടു. മാർത്ത നേരെ യേശുവിനെ വിട്ടേച്ച് നേരെ മറിയോട് പോയി പറയുക, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാർത്ത വീട്ടിലേക്ക് ഓടി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ മറിയ വന്നു. മറിയയുമായി സംസാരിച്ച ശേഷം മറിയെ കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് പിന്നെയും യേശു കർത്താവ് അതേ ചോദ്യങ്ങൾ ചോദിച്ചില്ല, പകരം ചോദിച്ചു, എവിടെയാ ലാസറിനെ വെച്ചിരിക്കുന്നത്? അത് കാണിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനറിയാം അവിശ്വാസം പിടിച്ച, പ്രൈസ് ദി ലോർഡ്, മുൻവിധിയുള്ള ഇവരോട് സംസാരിച്ചു നിന്നാൽ അത്ഭുതം നടക്കാതെ പോകും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത്ഭുതം നടക്കാൻ തടസ്സം നമ്മൾ ഒത്തിരി പഠിച്ചു വെച്ചിരിക്കുന്നതാ. അതൊക്കെ ബ്രേക്ക് ചെയ്യണം. അത്ഭുതം നടക്കാൻ തടസ്സം എന്താണെന്നറിയാമോ? ചിലരുണ്ട്, ഒരു ചെറിയ രോഗം വന്നാൽ അത് നേരെ പോയി ഗൂഗിളിലോട്ട് അങ്ങോട്ട് നോക്ക്. പണ്ടൊരിക്കൽ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ പറഞ്ഞതാ, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ, എനിക്ക് അറിയാം ദൈവം സൗഖ്യം തരുമെന്ന്. പക്ഷേ എനിക്ക് എന്ത് രോഗം ഉണ്ടെങ്കിൽ ഞാൻ ഈ രോഗത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഞാൻ റിസർച്ച് ചെയ്തു. ഗൂഗിളിൽ റിസർച്ച് ചെയ്തിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയല്ലേ സംഭവിക്കത്തുള്ളൂ? നിന്റെ മനസ്സിലങ്ങ് വിശ്വാസമായിപ്പോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസം വരുന്നില്ല. മുൻവിധികൾ പൊട്ടണം. മുൻവിധികൾ പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. മാർത്തയോട് പറയുക, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നോക്കിയേ, യേശു കർത്താവ് കല്ലറയ്ക്കൽ വന്നിട്ട് അവിടെ വന്ന് നിന്നേച്ച് പിന്നെ ഒന്നും പറഞ്ഞ് നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 39-ാമത്തെ വാക്യം, 39-40 വാക്യം ഒന്ന് വായിച്ചേ. കല്ല് നീക്കുമെന്ന് യേശു പറഞ്ഞു. കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. മാർത്ത പിന്നെയും വരിക. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ പോയവള് ഓടി വന്നിട്ട് യേശു കർത്താവ് കല്ലറയ്ക്കൽ എത്തിയിട്ട് കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ മാർത്ത അവസാനത്തെ തന്ത്രം പറയുക. എന്തുവാ? കർത്താവെ, മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ തന്നെ അത്ഭുതം മുടക്കുന്ന കണ്ടോ? അവിശ്വാസം എവിടെന്നാ വരുന്നത് മനസ്സിലായോ? നിങ്ങൾ കാണുന്നതല്ല പറയേണ്ടത്, നിങ്ങൾ കേൾക്കുന്നതല്ല പറയേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്നത് പറയണം. ഓ, എനിക്ക് ഞെരുക്കമാ, എനിക്ക് പ്രതികൂലമാ, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, ഇതെന്നെയും കൊണ്ടേ പോകൂ, എന്റെ രോഗം മാറത്തില്ല, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതിന് പകരം പറയണം, യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതൽ തന്നിരിക്കുക, യേശുവിന്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുക, യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കിട്ടിയിരിക്കുക, യേശുവിന്റെ നാമത്തിൽ എന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരിക്കുക. മാർത്ത പറയുക, 4 ദിവസമായി കർത്താവേ നാറ്റം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുറക്കണ്ട, ഇനി അത്ഭുതം നടക്കത്തില്ല. അടച്ചു മൂടിയത് കർത്താവല്ല, നമ്മളാ. പല വിഷയങ്ങൾക്കും വിടുതൽ നേരത്തെ കിട്ടേണ്ടതാ. 43-ാമത്തെ വാക്യം വായിച്ചേ. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും
റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവൻ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് കല്ലറയ്ക്കൽ വന്നിട്ട് കല്ലറയിൽ നോക്കി, ലാസറേ, നിന്റെ മുഖത്തുള്ള റൂമാലും കയ്യിലുള്ള കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ട് നീ പുറത്തു വന്നാണ് പറഞ്ഞേ. ശ്രദ്ധിച്ചോ? ഡെഡ് ബോഡിയെ കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുക. യേശു കല്ലറയ്ക്കൽ വന്ന് വിളിച്ചു, ലാസറേ പുറത്തു വാ. വാക്കിനകത്തുണ്ട് വിടുതൽ. നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വാക്കിനകത്ത് വിടുതലുണ്ട്. സംശയമില്ലാതെ വിശ്വാസത്തോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സംശയമില്ലാതെ വിശ്വാസത്തോടെ ചേർന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചിട്ട് ചിലതിനെ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ലാസറേ നീ പുറത്തു വാ. അവന്റെ മുഖമൊക്കെ കെട്ടി വെച്ചിരിക്കുക. കൈയും കാലൊക്കെ കെട്ടി എങ്ങനെ നടന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവിന്റെ വിളിയല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിളിയല്ലേ. അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അത് പുറത്തു വരും. കർത്താവിന്റെ വിളിയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗവും മാറും. കർത്താവിന്റെ വിളിയല്ലേ. ഏത് ബന്ധനവും അഴിയും. കർത്താവിന്റെ വിളിയല്ലേ. ഏത് ചങ്ങലയും പൊട്ടും. കർത്താവിന്റെ വിളിയല്ലേ. ഏത് ഇരുമ്പോറാമ്പലും അഴിഞ്ഞു മാറിപ്പോകും. കാരണം വിളിക്കുന്ന ശബ്ദം അത് ഉയരത്തിലെ ശബ്ദമാണ്. അതിന്റെ മുമ്പിൽ അടഞ്ഞു നിൽക്കാനായിട്ട് ഒന്നിനും കഴിയത്തില്ല. റൂമാലും ഉത്തരിയവും കൊണ്ട് ശിരസ് മുതൽ താഴെ കൈയുടെ കാലുവരെ ബന്ധിച്ചിരുന്ന, ചുറ്റിമൂടിയിരുന്ന അതുമായിട്ട് ലാസർ വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഡെഡ് ബോഡി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ്, ജീവൻ വെച്ച് എഴുന്നേറ്റ്. എന്നിട്ട് യേശു പറയുക, ഇനി അവന്റെ കയ്യിലും കാലിലുമുള്ള കെട്ടുകൾ അഴിച്ചു മാറ്റുവേൻ. വാക്കിനകത്തുണ്ട് അധികാരം. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ചില ചത്തതിനെ നോക്കി, അനക്കമില്ലാത്തതിന്, ജീവൻ വെക്കാത്തതിന്, രോഗം ബാധിച്ചതിനെ നോക്കി ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറഞ്ഞേ. കണ്ണുകടച്ച് എല്ലാവരും കണ്ണുകടച്ച് ദൈവകരണിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ചിലതിനെ നോക്കി പ്രാർത്ഥിച്ചു പറയണം, യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ. സംശയം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇച്ചിരി പോലും സംശയം പാടില്ല. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയെ അത് നീക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ചില മലകള്, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന മലകള്, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന കാട്ടത്തികള് ഇന്ന് വേരോടെ പിഴുതു മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ക്രൈസ്തവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പറയുക, എന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന, എന്റെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന, എന്റെ ശരീരത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ രോഗവും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ ശത്രുവിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനത്തെ വിട്ട് മാറട്ടെ.